ഹലോ! ഇനി നമുക്ക് എങ്ങനെയാണ് പലാസ പാൻറ് അടിക്കാൻ നോക്കാം. എല്ലാവർക്കും ബിഗിനേഴ്സിന് വരെ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഞാനിന്ന് ഒരു ഗ്രീൻ കളർ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 2 മീറ്ററൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് എങ്ങനെയാണ് തുണി മടക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ഇപ്പോൾ പേപ്പറിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. ആദ്യം നമ്മൾ പേപ്പറിനെ പകുതിയായിട്ട് മടക്കുക. ഇനി അത് നമ്മൾ ഒന്നും കൂടി പകുതിയായിട്ട് മടക്കുക. ഇങ്ങനെയാണ് നമ്മൾ തുണി മടക്കേണ്ടത്. ഒരു ഓപ്പൺ വശവും ഒരു ക്ലോസ് വശവും ഉണ്ടാവും. ഈ ക്ലോസ്ഡ് വശമാണ് ഈ ഒരു വശം. ഈ ഓപ്പൺ വശം അപ്പുറത്തെ സൈഡുമാണ്. ഈ ക്ലോസ്ഡ് വശത്താണ് നമ്മൾ അളവ് വരച്ച് തുടങ്ങുക. അതിനാണ് അങ്ങനെ നീളത്തിൽ വയ്ക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് അളവ് എടുക്കാൻ നോക്കാം. അതിന് നമുക്ക് വേണ്ടത് ഫുൾ ലെങ്ത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കണം. വേസ്റ്റും ഹിപ്പും നമുക്ക് ആവശ്യമാണ്. ഈ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുണിയിൽ വരയ്ക്കുന്ന ഫുൾ ലെങ്ത്താണ് നമ്മൾ രണ്ടാമത് എഴുതിയത്. ഇപ്പം ഞാൻ കാണിക്കുന്നതാണ് നമ്മൾ പാൻറ്റിന് വേണ്ട വേസ്റ്റ് ലെങ്ത്ത്. അത് കണക്കാക്കാൻ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ വേസ്റ്റ് എടുക്കുക. എനിക്ക് വേസ്റ്റ് ഇവിടെ 29 അതിനെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുക. എനിക്കിവിടെ 7.25 കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു 3 കൂടി ആഡ് ചെയ്യുക. അതാണ് നമ്മളെ തുണിയിൽ മാർക്ക് ചെയ്യാനുള്ള വേസ്റ്റ്. പിന്നെ ഈ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 ഇഞ്ച് കൂടി ആഡ് ചെയ്യുക. എൻ്റെ ഫുൾ ലെങ്ത്ത് 38 കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു 3 ഇഞ്ച് കൂടി ആഡ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഫുൾ ലെങ്ത്ത് എന്നുള്ളത് കിട്ടിയത്. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത്ത് എത്ര വേണം നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മളെ ഹിപ്പ് റൗണ്ട് നമുക്ക് കിട്ടിയത് മാർക്ക് ചെയ്യുക. എനിക്ക് 34 അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുക. അപ്പോൾ 39 ആയില്ലേ. ഇനി നമ്മൾ അതിനെ 3 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഹരിക്കുമ്പോൾ എനിക്കിവിടെ കിട്ടിയത് 13 അതാണ് നമ്മുടെ ക്രോച്ച് ലെങ്ത്ത്. അപ്പോൾ ഇത്രയും അളവ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാനാവുള്ളൂ, നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പം നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്ത് തുടങ്ങാം. ഞാൻ ഇതുപോലെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് നമുക്ക് മേല് വശത്തുനിന്ന് തുടങ്ങാം. അപ്പോൾ ഇത് ക്ലോസ്ഡ് വശമാണ് ഞാൻ ഈ കാണിക്കുന്ന ഭാഗം. നമുക്ക് ആദ്യം 2 ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ തല വരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയാൽ മതി. അങ്ങനെ അറ്റം വരെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ രണ്ടാമത് എഴുതിയെടുത്ത വേസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് 10.25 കിട്ടിയത്. അപ്പോൾ ആദ്യം നമുക്ക് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത്ത് എനിക്കിവിടെ 13 കിട്ടിയത്. ആ ക്രോച്ച് ലെങ്ത്ത് കൂടി നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നേരെ താഴേക്ക് അങ്ങ് മാർക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ സൈഡിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു കോർണറിൽ നിന്ന് 1.5 മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ കേവായിട്ട് മാർക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ക്രോച്ച് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടിയിലേക്കാണ് വേണ്ടത്. ഇനി നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എത്രയാണ് കിട്ടി മാർക്ക് ചെയ്യുക. നമ്മൾ ഈ 2 ഇഞ്ചിന് താഴെ നിന്നാണ് ആക്കുന്നെങ്കിൽ നമ്മൾ സാധാ പാൻറ്റിൽ നിന്ന് എടുത്ത അളവ് മതിയാവും. ഇനി അല്ല ഒത്ത മേളിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ 41 നമ്മൾ രണ്ടാമത് കണക്കാക്കിയതാണ് വേണ്ടത്. പിന്നെ അടിയിലൊരു ഇഞ്ച് മേലേക്ക് വെറുതെ ഇങ്ങനെ അതിൽ നിന്ന് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അത് നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തത്. ഇനി നമുക്ക് നമ്മളെ പാൻറ്റിൻ്റെ ബോട്ടം എത്ര വിഡ്ത്ത് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അതിനൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേലെ നിന്ന് ക്രോച്ചിൻ്റെ അവിടുന്ന് ഈ തുണിയിൽ എത്ര വിഡ്ത്താണോ അതന്നെ താഴേക്ക് വിഡ്ത്താക്കി വരച്ചാലും മതി. ഞാനിപ്പോൾ അതാണ് ഇവിടെ ചെയ്തത്. നിങ്ങൾക്കല്ല ഒന്നും കൂടി ഫ്ലെയറായി കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെരിഞ്ഞ ലൈനേക്കാളും എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ അപ്പോൾ ഈ ഒരു ലെങ്ത്തില്ലേ, ഇവിടുന്ന് ഈ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ലെങ്ത്ത് എത്രയാണോ അതന്നെയാണ് ഞാൻ താഴെ എടുത്തത് കേട്ടോ. ഫസ്റ്റ് ഞാൻ കുറച്ച് കൂട്ടിയാണ് എടുത്തത്. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുത്തത്. ഇനി നമുക്ക് അടിയിൽ നിന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നിവർത്തി വെക്കണം. ഇനി നമുക്ക് എവിടേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു 2 സൈഡും നമുക്ക് അടിച്ചെടുക്കണം. ഇതുവരെ അടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തുകയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് വെക്കണം. അങ്ങനെ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ചീത്ത വശം പുറത്തേക്കാക്കിയിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കേണ്ടത് കേട്ടോ.
ഇതിപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് പെട്ടെന്ന് അറിയൊന്നുമില്ല. ഇനി നമ്മൾ അടിയൊന്ന് മടക്കി അടിക്കണം. ഇതുപോലെ ഇങ്ങനെ മടക്കി അടിക്കുക. ഇത് പുറം വശമാണ്, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് അടിയൊക്കെ ഇതുപോലെ ഇങ്ങനെ മടക്കി അടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് 2 സൈഡും. അതുപോലെ അടിയിലും മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പുറം മറിച്ചിട്ടിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പുറം മറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നടു പിടിച്ചിട്ട് ഇപ്പോൾ ഇത് മറിച്ചിട്ടില്ലേ, നമ്മളിതിൻ്റെ നടു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ നമുക്ക് പാൻറ്റിൻ്റെ ഷേപ്പായി കിട്ടും. ഈ പുറം മറിക്കാതെയാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത്. കാരണം നമ്മൾ എപ്പോൾ എന്ത് സ്റ്റിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിലും പുറം നല്ല വശത്ത് ഒരിക്കലും ഇടരുത്. എപ്പോഴും നമ്മൾ മറിച്ചിട്ടിട്ട് വേണം അത് അടിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി നമ്മളിതാ ഇവിടെ നിന്ന് ഇതുപോലെ അങ്ങനെ മറിച്ചിട്ടിട്ട് ഇത് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. പുറം മറിച്ചിട്ടിട്ട് ഇതാ ഈ ഒരു വക്ക് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ എത്തുമ്പോൾ ഈ നടുക്കിലെത്തുമ്പോൾ നമ്മൾ കുറച്ചിട്ട് ഒരു 1/2 ഇഞ്ചൊക്കെ ആക്കുക. അടിയിലെത്തുമ്പോൾ നമ്മളൊരു 1 ഇഞ്ചൊക്കെ നമുക്ക് ഇങ്ങനെ അടിച്ച് വീതിക്ക് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അലാസ്റ്റിക്കാണ് വെക്കേണ്ടത്. അപ്പോൾ അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങളുടെ അലാസ്റ്റിക് എത്ര വീതി ഉണ്ട് നോക്കിയിട്ട് അത് അതിനേക്കാളും കുറച്ചും കൂടി വീതി കൂട്ടിയിട്ട് വേണം മടക്കി വെക്കാൻ. അതായത് അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകണം. അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു തലക്കം അങ്ങ് അടിച്ചു തുടങ്ങുക. ആദ്യം അടിച്ചു തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഒരു കുറച്ചിതാ വിരലിൻ്റെ അത്ര ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ട് വേണം അടിച്ചു തുടങ്ങാൻ. എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കീറ്റിയിട്ട് പുറത്തേക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മേൽഭാഗം ഫുള്ള് നമ്മൾ വട്ടം ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. മടക്കിയിട്ട് ഇങ്ങനെ അടിച്ചെടുത്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഭാഗം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ആ ലാസ്റ്റിക്ക് നമ്മളെ എത്ര നീളത്തിലാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് നമ്മളെ ശരീരത്തിൽ നിന്ന് എടുത്ത വേസ്റ്റ് റൗണ്ട് എത്രയാണ് നോക്കാം. എനിക്ക് 29 അതിൽ നിന്ന് 4 കുറയ്ക്കുക. എനിക്ക് എത്രയാണ് കിട്ടിയത് 4 കുറയ്ക്കുക. അപ്പോൾ എനിക്ക് 25. അപ്പോൾ 25 ഞാൻ എടുക്കുന്ന ലാസ്റ്റിക്കിൻ്റെ നീളം. നമുക്ക് 1 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കാം. കാരണം നമുക്കത് ലാസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് പോകും. അപ്പോൾ ഞാനിവിടെ ടോട്ടലായിട്ട് 26 എടുക്കുന്നത്. ഇനി നമ്മൾ ഈ മുറിച്ചെടുത്ത ഈ ഒരു അലാസ്റ്റിക് നമ്മൾ ഒരു പാൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയെടുക്കണം കേട്ടോ. ഈ കയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് തന്നെ ഇല്ലേ അലാസ്റ്റിക് ഇരിക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഈ രണ്ടും പാടെ പിടിച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഒരെണ്ണം അടിയിലും ഒരെണ്ണം മേലെയും ആക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ മേലക്കും താഴത്തേക്കും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ എലാസ്റ്റിക് നമ്മൾ കയറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിരുന്നില്ലേ, അത് നമ്മൾ ഇങ്ങനെ ഉള്ളിക്ക് ഒരു എലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ആ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അത് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അലാസ്റ്റിക് ഇളകാതെ കറക്റ്റ് വെച്ചിരിക്കാൻ നമ്മൾ ഈ എൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. ആ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് മെഷീനിൽ കൊടുത്തിട്ട് വലിച്ച് പിടിച്ചടിക്കുക. അതായത് മെഷീനിൽ വെച്ചതിന് ശേഷം നന്നായി ഇങ്ങനെ വലിച്ച് പിടിച്ച് സെൻറ്ററിൽ കൂടെ ഫുള്ളായിട്ട് അടിക്കുക. അതായത് നമ്മൾ ആ തുണി കറക്റ്റ് നിൽക്കണം. അലാസ്റ്റിക് ഒന്ന് ചുരുണ്ടിട്ടാണ് നിൽക്കുക. അത് വലിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ സെൻറ്ററിൽ കൂടെ ഫുൾ ഇട്ടിട്ട് അതെടുത്ത് കഴിഞ്ഞാൽ ചുരുട്ടി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും. എങ്ങോട്ടും അളകില്ല, പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പലോസോ പാൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ പറ്റുന്നതിനൊക്കെ ഞാൻ
റീപ്ലൈ തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. ശരി, ബായ്.